കൊഞ്ചം കൂടി സ്റ്റൈലിൽ പോകാമോ, ഡാൻസ് ചെയ്യും കനവല്ലേ ഡ്രോപ്പ് ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരും. ഇല്ല അതിന്റെ ടൊവിനോ അതിന്റെ പ്രൊഡ്യൂസർ അവൻ സമ്മതിക്കില്ല. ഇല്ല അതിന്റെ റൈറ്റിംഗിൽ തന്നെ ഉണ്ട്. അത് ഏറ്റവും ഹിറ്റാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിന്റെ റൈറ്റിംഗ് അത്രയും ക്രിഞ്ചാണ്. അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ പറയാം ധ്യാനന്തേട്ടാ എന്നൊക്കെ പറയുന്ന അതുകൊണ്ടല്ല, കണ്ണാൻ തുമ്പി പോരാമോ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള റിയാക്ഷനും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത്. ആ കെട്ടിപ്പിടിച്ചെടുത്ത് കറക്കണ ആ ഒരു സീൻ എടുത്തങ്ങ് കറങ്ങും. മറ്റേ കരകൗസലൊക്കെ കറങ്ങുന്ന പോലെയാണ് കറങ്ങുന്നത്, കാലൊക്കെ പൊക്കി. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു കുറച്ച് ആ ലൗഡ്നെസ്സിനെ അത്രയും ലൗഡായിട്ട് തന്നെ കാണിച്ചതിലാണ് അതിന്റെ അത് വർക്കാവാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് അർമാദിച്ച് ആ ലൗഡ്നെസ്. അത് ഞങ്ങൾ എല്ലാവരും സ്ക്രീനിലും കണ്ടു. പക്ഷെ ഇപ്പോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ആക്ടറിനെ ഒക്കെ അറിയാം. പക്ഷെ ഒരു വൻ ഡാൻസറിനെ ഞങ്ങൾ കണ്ടു ഈ ഒരു സിനിമയിൽ. എവിടെ നിന്നായിരുന്നു അതിന്റെ ആ ഒരു പ്രചോദനം? എവിടെയായിരുന്നു അതിന്റെ തുടക്കം? എന്താണ് ആ ഒരു കഥ? കഥ ഞാൻ എൻ്റെ അടുത്ത് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഷർവാണിയൊക്കെ ഇട്ട് വന്ന സ്ഥിതിക്ക് അപ്പൊ കൂടെ അപ്പുറത്ത് ഇന്റർകട്ടില് അപ്പുറത്ത് പെണ്ണുവീട്ടുകാർ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പാട്ടുമാണ്. ഇനിയിപ്പോ നമ്മളായിട്ട് മോശമാക്കി, ചെക്കൻ്റെ വീട്ടുകാർ മോശമാക്കി, അത് മോശമല്ലേ എന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് കളിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവരെ തോപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ സിജുവും സാഫും ഞങ്ങളുടെ ആഷിഖും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളങ്ങ് അതിനുവേണ്ടി മരിച്ചിറങ്ങുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ആവശ്യമാണ് എന്താ പറയുക, ഇന്നോവേഷൻസ് ഉണ്ടാക്കാന്ന് പറയുന്നത്. അതുപോലെയായിരുന്നു, ആവശ്യമാണ് ഞങ്ങളെ ഡാൻസേഴ്സ് ആക്കി മാറ്റിയത്. അപ്പൊ ഇനി വരുന്ന സിനിമയിലൊക്കെ ഡാൻസർ ആയിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഞങ്ങളൊരു ഡാൻസ് ചെയ്തു ഈ അടുത്ത്, പുറത്തു പറയില്ല, വരുമ്പോ അറിയാം. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി. അതായത് ഇന്ന് ഇവിടെ വന്നത് തൊട്ട് കുറെ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കംപ്ലൈന്റ് ആണ് ആക്ച്വലി. അതായത് എല്ലാവരും പറഞ്ഞ കാര്യം, പ്രൊമോഷൻ ടൈമിലൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളില്ലാണ്ട് പോയിട്ട് എല്ലാവർക്കും പാട്ട് പാടിക്കൊടുത്തു, ഞങ്ങളുടെ മുമ്പിൽ എന്താ പാട്ട് പാടി തരാത്തത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. കുറെ പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു. അപ്പോ എല്ലാവർക്കും ആ പാട്ട് അത് കുഴപ്പമില്ല. അത് ഒരു വരി മതി ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏതെങ്കിലും പാടി ഇഷ്ടമുള്ള പാട്ട്. അതെ, അവിടുന്ന് ആരോ പാടി ഓൾറെഡി. വേണമെങ്കിൽ രാജുവേട്ടനെ നേരെ നോക്കിയിട്ട് പാടിക്കോ, അപ്പൊ ഓർമ്മ വരുന്നു. ഹാർട്ട് ബീറ്റ് വാട്ടൈ കൊഞ്ചം കൂടി സ്റ്റൈലിൽ പോകാമോ, ഡാൻസ് ചെയ്യും കനവല്ലേ ഡ്രോപ്പ് ചെയ്താൽ ഉടയില്ലേ, ആകെ മൊത്തം പടരണ പനി പോലെ പടരും ഡിസീസ് പ്രേമം അപ്പം ചൊല്ലിലേ, കൈടിച്ച ഇല്ലെങ്കിൽ ഞാൻ ബാക്കി പാടും. എനിക്ക് തോന്നുന്നു അടുത്ത സിനിമയിൽ ചിലപ്പോ ഒരു പ്ലേബാക്ക് സിംഗർ ആയിട്ട് കൂടി കാണേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ. പക്ഷെ നമുക്ക് അവാർഡ്സിലേക്ക് കിടക്കണം, അവാർഡ്സ് കൊടുക്കണം. പക്ഷെ അതിനും ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോട്ടെ, പുതിയ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരും. ഇല്ല അതിന്റെ ടൊവിനോ അതിന്റെ പ്രൊഡ്യൂസർ അവൻ സമ്മതിക്കില്ല. എക്സ്ക്ലൂസീവ് ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാത്തിരിക്കണം. ലെറ്റ്സ് ഗോ ടു ദ അവാർഡ്സ്.